നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുപക്ഷെ ഓർമ്മക്കുറവുകൊണ്ടായിരിക്കും. ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ദയവായി നിങ്ങൾ ആരാണെന്ന് പറയണം. സാധ്യല്ല. ഇതാണോ വന്ദനമ്മ നമ്മള് വീട് വെക്കാൻ പോകുന്ന സ്ഥലം? അതെ മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ദിയമ്മൾക്ക് ഇഷ്ടായി. അമ്മ ഈ സ്ഥലം മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ? എന്നാലും ഇപ്പൊ കണ്ടിട്ട് എന്തു തോന്നുന്നു? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ വീട് പണിയുന്നതിന് തുടക്കത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുന്നല്ലേ തിരുമേനി പറഞ്ഞിരുന്നത്. കല്ലിടിയിലെ കർമ്മം ഐശ്വര്യമായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. അതിന് മുടക്കങ്ങളൊന്നും ഉണ്ടാവില്ല. വീട് പണി പൂർത്തിയാക്കി താമസാവുന്നതോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അലച്ചിലും എല്ലാം മാറൂന്ന തിരുമേനി പറഞ്ഞത്. ആച്ചാ, പ്ലോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിറ്റിന്ന് അധികം ദൂരവുമില്ല, സമനിരപ്പായ ഭൂമി, ശാന്തമായ ചുറ്റുപാടുകളും. അച്ഛന്റെ സെലക്ഷൻ സമ്മതിച്ചിരിക്കുന്നു. വന്ദന ചേച്ചിയുടെ സമയം മാറുന്നതിന്റെ ഐശ്വര്യം എല്ലാ രംഗത്തും കാണാനുണ്ട്. തിരുമേനി, കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലിടിയിൽ കർമ്മത്തിന് ഏറ്റവും പ്രധാനം കല്ലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ കല്ല് വിധിയാമണ്ണം പൂജിച്ച് കന്നിമൂല ഭാഗത്ത് കുഴിച്ചിടണം. നല്ല ലക്ഷണമൊത്ത കല്ല് തന്നെയാ ജഗൻ കൊണ്ടുവന്നത്. നന്നായി. മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് കലാപരമായിട്ട് കൊത്തിയെടുത്ത കല്ല. കല്ലിന്റെ ഐശ്വര്യം കുറഞ്ഞുവെന്ന് ഒരു പരാതി വേണ്ടല്ലോ. അതെ. ജഗൻ, പ്രകാശേട്ടാ. അപ്പോ ആൾക്ക് രാഷ്ട്രീയം മാത്രമല്ല ഒത്തപ്പണിയും അറിയും അല്ലേ? നിങ്ങളെല്ലാവരും എത്തിയോ? കേട്ടോ ചന്ദ്രികെ, നമ്മളെക്കാൾ മുമ്പേ തന്നെ ജഗൻ രാവിലെ ഇവിടെ എത്തി പൂജാകർമ്മത്തിനുള്ള ഏർപ്പാടും തുടങ്ങി. നമ്മുടെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോ നമ്മളൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ? ഞാൻ സമ്മതിച്ചു. അതൊരു ബെസ്റ്റ് ക്വാളിറ്റിയാ. താങ്ക് യു മുത്തശ്ശി. Keep it up, ആ. അയ്യോ, കിണർ വെള്ളം മറന്നു. ഞാൻ ഉടനെ കൊണ്ടുവരാം. ആഹാ, ഇതെവിടെ പോണു? എന്തേത്? കുറച്ച് വെള്ളം വേണം ചടങ്ങിന്, അതെടുക്കാൻ പോവാ. ആളെല്ലാരുടെ മുന്നിലും താരാവുകയാണല്ലോ. ഒരു സംശയം ചോദിച്ചോട്ടെ? ജഗന്റെ സഹോദരി ഹരിതയ്ക്കു കൂടി താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വീടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണോ ഇത്രയ്ക്ക് ആത്മാർത്ഥത? അതോ മറ്റു വല്ല കാരണം കൂടിയുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാനും നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണല്ലോ, അതുകൊണ്ടാ. പിന്നെ
എന്താ നിർത്തിക്കളഞ്ഞത്? ആ, ഈ വീട് ഭാവിയിൽ വന്ദനയ്ക്ക് കൂടെ അവകാശപ്പെട്ട വീടാണല്ലോ. അതിന്റെ ഒരു ത്രില്ലും ഉണ്ടെന്ന് കൂട്ടിക്കോ. നമുക്ക് അങ്ങോട്ടേക്ക് നിൽക്കാം. വാ മുത്തശ്ശി. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. ഹലോ, മാധവൻ നായരല്ലേ? ആ അതെ. സ്പീക്കറിലിട്. ആ. എന്താ? വീടിന്റെ കല്ലടിയിൽ കർമ്മം നടക്കുകയാണല്ലേ? ചടങ്ങിൽ നിന്ന് ബോധപൂർവം എന്നെ ഒഴിവാക്കിയോ? ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നെ ഒഴിവാക്കി മാധവൻ നായരുടെ സ്വപ്നഭവനത്തിന്റെ കല്ലടിയിൽ ചടങ്ങ് നടത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അത് ശരിയാണോ മാധവൻ നായരെ? ക്ഷമിക്കണം, ഒരുപക്ഷെ ഓർമ്മക്കുറവുകൊണ്ടായിരിക്കും. ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ദയവായി നിങ്ങൾ ആരാണെന്ന് പറയണം. സാധ്യല്ല. ഫോൺ കട്ടാക്കി. ഷോ, ആരാണെന്ന് പറഞ്ഞതുമില്ല. തിരിച്ചു വിളിക്കും മാധവേട്ട. ഫോൺ എടുക്കുന്നില്ല ചന്ദ്രു. ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു സ്ത്രീ വിളിക്കുക, ഏറെ അടുപ്പമുള്ളതുപോലെ സംസാരിക്കുക. ആ സ്ത്രീ ആരായിരിക്കും? നിനക്ക് വല്ല ഊഹമുണ്ടോ ചന്ദ്രു? ഇല്ല മാധവേട്ട, ഒരെത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. ഒരു നല്ല കാര്യം തുടങ്ങുമ്പോ അത്ര പന്തിയല്ലാത്ത ഒരു ഫോൺ കോൾ. ആ സ്ത്രീയുടെ സ്വരം ഭീഷണിയുടേതാണോ അതോ മുൻപരിചയമുള്ളതിന്റെ സ്വാതന്ത്ര്യത്തിലാണോ? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ മാധവേട്ട. അമ്മേ ഭഗവതി, വിഘ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ മഹാമായേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.